അടുത്തിടെ പാകിസ്ഥാൻ പ്രതിനിധികൾ അമേരിക്കയിലേക്ക് ചെന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടു. യുഎസിന്റെ പക്കൽ ചെന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചോദിക്കുന്നതും ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ കോമ്പാക്റ്റിൽ ഉപയോഗശൂന്യമാണ് എന്ന് സമ്മതിക്കുന്നതും ഒന്ന് തന്നെയാണ്. കാരണം ചൈനീസ് സപ്ലൈ ചെയ്ത HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ റേഞ്ച് ഒരല്പം കുറവാണ്. അപ്പോൾ US-ന്റെ പക്കൽ ചെന്ന് റേഞ്ച് കുറവുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം ചൈനീസ് സംവിധാനങ്ങൾ അത്ര നന്നായിട്ടല്ല പ്രവർത്തിച്ചത് എന്നാണ്. അതുമാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഏകദേശം 20% പാകിസ്ഥാൻ എയർഫോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഫൈറ്റർ ജെറ്റ്സ്, 2000 ഇവാക്സ്, ഏകദേശം 50 പാകിസ്ഥാൻ പേഴ്സൺസ്, ഇവരെല്ലാവരും പാകിസ്ഥാൻ വ്യോമസേനയിലുള്ളവരാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ്, ഇവരെ എല്ലാം പാകിസ്ഥാൻ നഷ്ടപ്പെടുത്തി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും ഇന്ത്യ പെനട്രേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. അതും പ്രധാനമായി ആദ്യത്തെ 23 മുതൽ 40 മിനിറ്റിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേനയിലുള്ള ചില പ്രധാനപ്പെട്ട ടാർഗറ്റ്സിനെ എല്ലാം നമ്മൾ പൂർണ്ണമായും ആക്രമിച്ചു. 9 എയർബേസസിനെ ഒറ്റ സമയത്ത് ആക്രമിക്കുക എന്നത് സാധാരണ കാര്യമേ അല്ല. എന്തിന്, റഷ്യക്കാർ പോലും ഇത്രയും വർഷമായി ഉക്രൈനുള്ളിൽ പോലും ഇങ്ങനെ ഒരു തന്ത്രം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൂടാതെ റഷ്യൻ അധികാരികൾ ഇവർ പതിവിലും വിപരീതമായി ഇന്ത്യയുടെ ഈ ഒരു സ്ട്രാറ്റജിയെ അഭിനന്ദിച്ചിട്ടുണ്ട്. സാധാരണ ഉക്രൈനിയൻസ് അല്ലെങ്കിൽ റഷ്യക്കാർ മറ്റ് രാജ്യത്തെ സൈന്യത്തെ ഇത്രത്തോളം അഭിനന്ദിക്കുകയോ അവരുടെ തന്ത്രങ്ങളെ വിലമതിക്കുകയോ ചെയ്യില്ല. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ 9 എയർബേസിനെ 23 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യൻ വ്യോമസേന ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ അല്ലെങ്കിൽ റഷ്യ, ഉക്രൈൻസ് ഇവരെല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഡ്രോണിനെതിരെയുള്ള പ്രതിരോധം, ഇങ്ങനെ ഒരു ആശയം വരുമ്പോഴും ഈ ഡ്രോണിനപ്പുറം ഇനി മിസൈൽസിന്റെ കാര്യം വന്നാൽ തുടരെ അയക്കുന്ന മിസൈലുകളെ ഡിഫെൻഡ് ചെയ്യുന്ന കാറ്റഗറി ആയാലും ഇന്ത്യ തങ്ങളുടെ മികവ് തന്നെ അവിടെ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എല്ലാം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അവർ ഡ്രോൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ശത്രുക്കളുടെ എയർബേസസിനെ എങ്ങനെ ഒറ്റ സമയത്ത് അറ്റാക്ക് ചെയ്തു, ഇങ്ങനെയുള്ള എല്ലാ സ്ട്രാറ്റജിയും ലോകം മുഴുവനും ഉറ്റുനോക്കുന്നുണ്ട്. കാർഖീവ് യുദ്ധത്തിന് ശേഷം എങ്ങനെയാണോ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയറിൽ ഇന്ത്യൻ ആർമിയുടെ സ്ട്രാറ്റജിയെ US ഫോളോ ചെയ്തത്, അതുപോലെ തന്നെ ആൻറ്റി ഡ്രോൺ വാർഫെയറിൻ്റെ കാര്യത്തിലായാലും ശത്രുക്കളുടെ എയർബേസസിനെ ആക്രമിക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യ ഫോളോ ചെയ്തിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസിനെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉപയോഗിച്ച ആയുധം എയർ ലോഞ്ച്ഡ് സ്കാൽപ് ഹാമർ. ഇവ എത്രത്തോളം എയർ ഡിഫൻസ് സിസ്റ്റത്തെ ആശയക്കുഴപ്പത്തിലാക്കി ഈ ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പെനട്രേറ്റ് ചെയ്തു എന്നുള്ളത് ലോകത്തിന് നമ്മളൊരു സാമ്പിളായി തന്നെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാൻസിനുള്ള ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷനാണ്. ഒന്ന്, ചൈനയുടെ പക്കൽ ചെന്ന് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മൊത്തത്തിൽ മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കൻസിന്റെ ഭാഗത്തേക്ക് പോവുക. എന്നാൽ ഇതിലും ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ചൈനയുടെ പക്കൽ നിന്നും F-35 സമാനമായ J-35 എന്ന വിമാനം പാകിസ്ഥാൻസ് വാങ്ങാൻ പോവുകയാണ്. എന്തിന്? ചൈനയിലുള്ള ചൈനീസ് ഡിഫൻസ് എൻതൂസിയാസിസ്റ്റ് എല്ലാം പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഇതിനുന്നയിക്കുന്നുണ്ട്. അതും ചൈനീസ് സർക്കാരിനെതിരെ തന്നെ. J-35 ചൈനീസ് നേവിയിൽ ഇപ്പോഴും ഇൻഡക്റ്റ് ചെയ്തിട്ടേയില്ല. അതിനുള്ളിൽ പാകിസ്ഥാനിലേക്ക് നമ്മൾ ഈ വിമാനം കൊടുക്കണോ എന്ന്. അത്രത്തോളം പാകിസ്ഥാനിലേക്ക് ഈ വിമാനങ്ങൾ പെട്ടെന്ന് പോകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായി ചൈനക്കാർ തന്നെ കാണുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ പാകിസ്ഥാൻസ് ചെയ്യുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും നന്നായി പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്നും എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങാൻ പോകുന്നു എന്ന ഡെലിഗേഷനോടുകൂടി പറഞ്ഞാൽ ഇത് ചൈനക്കാർ എങ്ങനെയായിരിക്കും കാണുക? തീർച്ചയായും J-35 നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്ന് പാകിസ്ഥാൻ സർക്കാരിനോട് ചൈന ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഈ പ്രശ്നവും പാകിസ്ഥാനുണ്ട്.
വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വാങ്ങുന്നതുമായി സംബന്ധിച്ച്. അതുമാത്രമല്ല, പാകിസ്ഥാന്റെ പക്കലുള്ള യുദ്ധവിമാനങ്ങൾ എല്ലാം ആകാശത്തിന് നടുവിൽ വെച്ച് നഷ്ടപ്പെട്ടതിനേക്കാൾ തറയിലുള്ളപ്പോഴാണ് നഷ്ടപ്പെടുത്തിയത്. F-16, JF-17 പോലുള്ള യുദ്ധവിമാനങ്ങൾ അതിൻ്റെ എയർബേസിൽ നിൽക്കുമ്പോഴാണ്. പ്രധാനമായും ബൊളാരി എയർബേസിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ വിമാനങ്ങൾ നിർത്തിവച്ചിരിക്കുന്ന ഹാങ്ങറിൽ ഇന്ത്യയുടെ മിസൈൽസ് വന്ന് പതിച്ചു. അത് ബ്രഹ്മോസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കാൽപ്പ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഹാമർ ആയിരിക്കാം. അപ്പോൾ ഇത് വ്യക്തമായി ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. പാകിസ്ഥാൻസിന്റെ പക്കൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലെങ്കിൽ അവരുടെ ഫൈറ്റർ യുദ്ധവിമാനങ്ങളെയും അവർക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ ഫൈറ്റർ യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ പക്കൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അതിൽ F-16 പറയാൻ സാധിക്കും, J-10C പോലും പറയാൻ കഴിയും. J-10C ഒരു മോശമായ യുദ്ധവിമാനം എന്ന കാറ്റഗറിക്കുള്ളിലേക്ക് നമുക്ക് എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല. കാരണം J-10C എന്നത് ഇസ്രായേൽ ഉൽപ്പാദനത്തിന്റെ കോപ്പിയാണ്. കോപ്പി എന്ന് പറയുന്നതിനേക്കാൾ ഇസ്രായേലുമായി ഒരുമിച്ചാണ് J-10C നിർമ്മിച്ചിരിക്കുന്നത്, ജെൻഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻസ്. അപ്പോൾ J-10C, F-16 ഈ രണ്ട് മികച്ച യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ വ്യോമസേനയെ കൊണ്ട് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയ ഒരു ഡിഫൻസിൽ ഏർപ്പെടാൻ തീർച്ചയായും സാധിക്കും. നമ്മൾ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ യുദ്ധവിമാനങ്ങളെ വച്ച് നമ്മുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീട്ടാനും സാധിക്കും. നമ്മുടെ പക്കൽ കൂടുതൽ റഫേൽ വരുന്നിടത്തോളം കാലം. ഇപ്പോൾ റഫേലുകളുടെ എണ്ണം നോക്കിയാൽ 36 റഫേൽസ് ആണ്. ഈ 36 റഫേലും നമ്മൾ പൂർണ്ണമായും പാകിസ്ഥാൻ എഗെയിൻസ്റ്റായി മാത്രം ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു ചെറിയ അളവിൽ മാത്രമേ അവർക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. കാരണം നമ്മൾ ഒരു വശത്ത് ചൈനയ്ക്ക് എഗെയിൻസ്റ്റായി റഫേലിനെ പാട്രോളിംഗ് നടത്തണം. അപ്പോൾ ഈ 36-ൽ പകുതിയായി വിഭജിച്ചാൽ പോലും ഏകദേശം 15-16 എയർക്രാഫ്റ്റ്സ് മാത്രമേ ഉള്ളൂ. അതും വരാനിരിക്കുന്ന സുഖോയ് യുദ്ധവിമാനങ്ങളിലെല്ലാം AESA റേഡാർ ഇല്ല, PSA റേഡാർസ് മാത്രമാണുള്ളത്. ഇതിനെ കൊണ്ട് പാകിസ്ഥാന്റെ J-10Cയുമായോ അല്ലെങ്കിൽ F-16സുമായോ നിൽക്കാനേ സാധിക്കില്ല. അപ്പോൾ ഈ പ്രശ്നം കാരണം എയർ ടു എയർ ക്യാപ്പബിലിറ്റിയെ സംബന്ധിച്ച് പാകിസ്ഥാൻസിന് ഒരു ചെറിയ എഡ്ജുണ്ട്. കാരണം നമുക്ക് ഒരേ സമയത്ത് ചൈനീസ് ബോർഡറിലും നിരീക്ഷണങ്ങൾ നടത്തണം, പാകിസ്ഥാനുമായും പാട്രോളിംഗ് നടത്തണം. അപ്പോൾ ഇതിനകമുള്ള 36 സ്ക്വാഡ്രൺ കുറവാണ്. ഇതുകൂടാതെ ഒരേ സമയത്ത് 2 പേരെയും നമ്മൾ കൗണ്ടർ ചെയ്യണമെന്ന സാഹചര്യം വരുന്നത് കൊണ്ട് പാകിസ്ഥാൻസിന് ഇതൊരു ചെറിയ നേട്ടം കൂടെയാണ്. എയർ ടു എയർ കോമ്പാക്റ്റിൽ ഇന്ത്യക്ക് എഗെയിൻസ്റ്റായി അവരെ കൊണ്ട് തീർച്ചയായും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പാകിസ്ഥാൻ അവരുടെ യുദ്ധവിമാനങ്ങളെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ വ്യോമസേനാ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എഗെയിൻസ്റ്റായ ഒരു എയർ ബാറ്റിൽ എങ്ങനെ അവരെ കൊണ്ട് നടത്താൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യോമസേനാ താവളങ്ങളെ അവർ സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അതവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുമുണ്ട്. ഇപ്പോൾ സുരക്ഷ എന്ന കാര്യം എടുത്താൽ അമേരിക്കൻസിന്റെ പക്കൽ ചെന്നോ, റഷ്യൻസിന്റെ പക്കൽ ചെന്നോ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തായ തുർക്കിയുടെ പക്കൽ ചെന്നോ ഡിഫൻസ് ക്യാപ്പബിലിറ്റിയെ കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുമായി സംസാരിക്കണം എന്ന് നോക്കിയാൽ അവരെല്ലാവരും പണം ചോദിക്കും. ഫ്രീ ആയി ആരും തന്നെ നൽകില്ല. അപ്പോൾ പാകിസ്ഥാന് ഇപ്പോഴുള്ളത് 2 പ്രശ്നമാണ്. ഒന്നാമത്തേത്, ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പക്കൽ നിന്നും ഒരല്പം മാറി നിൽക്കണം. മറ്റൊന്ന്, അങ്ങനെ മാറി വരണമെന്ന് ചിന്തിച്ചാലും ചൈനയുടെ പക്കൽ നിന്ന് J-35 എന്ന വിമാനം വാങ്ങിയേ മതിയാവുകയുള്ളൂ. എന്തിന്? ലോകത്തിന്റെ പക്കൽ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പോലും അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ഇവർക്ക് ഫൈറ്റർ ജെറ്റ്സിനെ വിട്ടും പുറത്തേക്ക് വന്നേ മതിയാകും. പക്ഷേ അതവരെ കൊണ്ട് സാധിക്കില്ല. കാരണം ഇന്നത്തെ കാലത്ത് ചൈനയാണ് ഫൈറ്റർ ജെറ്റ്സ് പാകിസ്ഥാന് ലോണിന് നൽകുന്നത്. അപ്പോൾ ഒരേ സമയത്ത് 2 കാര്യങ്ങൾ ഇവർക്ക് ബാലൻസ് ചെയ്തേ മതിയാകൂ. അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. J-35 പാകിസ്ഥാനുള്ളിലേക്ക് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് പാകിസ്ഥാൻ പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.